പാലുവിന് വിശക്കുന്നുണ്ടോ? വേണോ? ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് അതിനോട് ഒരെണ്ണം എടുത്തോ അമ്മ. അയ്യോ ഇതിന്റെ അടിയിലെല്ലാം ദേഷ്യം വരണോന്നോ? അമ്മയ്ക്ക് വന്നാ ഓക്കെയല്ലേ? ചെറിയ പാമ്പിനൊക്കെ പുതുക്കോട്ടയിലെ ഇങ്ങനെ തൂക്കി ബാഗ് തുറക്കുമ്പോ ഇങ്ങനെ കൈവന്ന് ഇങ്ങനെ ഇടിക്കണോ? അതിന് തുറക്കുമ്പോഴേ പാമ്പായിരിക്കും ഇഷ്ടപ്പെട്ടത്. ശരി ചേച്ചി പോട്ടെ. പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കണം. ഭാര്യയുടെ അടുത്ത് നിന്ന് വന്ന വഴി നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നപ്പോൾ എനിക്ക് കായംകുളത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ് ചെയ്യണമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളതൊരു ഷോപ്പായിട്ട് തുടങ്ങണമെന്നൊക്കെ വിചാരിക്കുകയാണ്. പാലുവിൻ്റെ ഒരു ഇതും കൂടി ആയിട്ട് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് കായംകുളത്തും ഒരാളെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയും കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. അപ്പോൾ നമ്മൾ അമ്പലപ്പുഴയിൽ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ അമ്പലത്തിലൊരു വഴിപാടുണ്ട്. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് വിചാരിച്ചു. അപ്പോൾ പിന്നെ പാലും അത്രയും ലോങ് യാത്ര ചെയ്ത് വന്നപ്പോൾ പാലും ഒന്നും അല്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ പോവാം. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ അമ്പലം കാണിച്ച വിശേഷങ്ങൾ അമ്പലം കാണിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലുവിന് പൂത്തറ വീട്ടിൽ പോകണ ഇഷ്ടമാണോ? അവൾക്ക് വീട്ടിൽ പോകണ്ട, അവൾക്ക് ഇങ്ങനെയൊക്കെ നടക്കണം, കറങ്ങി നടക്കണം, അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് പിന്നെ കൂടുതലും വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ അമ്പലപ്പുഴയിൽ എന്തായാലും തൊഴാം, അവിടെ റൂം എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഒരു മഴക്കാരൊക്കെ ഉണ്ട് ഇന്ന്. പോക്കാലും എന്തൊക്കെയുണ്ട് പറയാം. ഇതിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ പാലു? അങ്ങനെ ഞാൻ പലരും പട്ടുംപാവടയൊന്നും എടുത്തില്ലായിരുന്നു. അമ്പലത്തിൽ പോകാനുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് ഗണപതി അമ്പലത്തിൽ പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയി. അപ്പം ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ ഡ്രസ്സ് ഇടിച്ചതെന്ന്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന മൈലാഞ്ചി പോയി ശരിയും കൂടെ. ശരി അമ്പലത്തിൽ വെച്ച് കാണാം. ഇവിടെ എന്താ കയറുവാ?
കഴിച്ച ഞാൻ കഴിച്ച ഈയിടെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് ഇവിടുത്തെ മേൽശാന്തി തിരുമേനി. കാരണം നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം പുള്ളി തിരുമേനി തരും. വെണ്ണയും പഴമൊക്കെ പാലിന് കൊടുക്കാൻ നല്ല ഭയങ്കര കാര്യമാണ്. അപ്പോൾ നമ്മൾ തൊഴുത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അവിടെ പാല് മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ എന്തോ പടം വരച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, നല്ല രസമാണ്, നല്ല ശാന്തമായ നല്ലൊരു അന്തരീക്ഷമായി ക്ഷേത്രത്തിന്. എന്താ പറയുന്നത്? ഇതുണ്ട്, ഈ രണ്ട് കൈ വെച്ചാൽ വരയ്ക്കണേ. നന്നായിട്ടുണ്ട്. വേണ്ട പോ. ഇരിക്കില്ല. വാങ്ങിച്ചുതരാം പുറത്തിറങ്ങി വാങ്ങിച്ചുതരാം. മത്സരിക്കാൻ പറ്റും. ആദ്യമായിട്ടാണോ? അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് ആര്യയുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് ഇവിടുത്തെ മേൽശാന്തി. ആര്യയും എന്റെ മോളും ആര്യ. അവള് മ്യൂസിക്കായിരുന്നു. ആര്യ മോഹിനിയായിട്ട് അവര് ശങ്കര കോളേജിൽ വെച്ചോടിച്ചത്. അതെ, നീയെ ചെയ്തപ്പോ അവര് റൂംമേറ്റ് ആയിരുന്നു. ഇടയ്ക്ക് നമ്മള് വരാറുണ്ട്. ഇതിലായിരുന്നു വീഡിയോ കോൾ എടുക്കണില്ല ചേച്ചി, ഓൺലൈൻ ക്ലാസ്സാന്ന് പറഞ്ഞു. അനിത്യാണോന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇതിലെ പാലൂര് ചെണ്ട മേടിക്കാനായിട്ട് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ പാലുവിന്റെ വീഡിയോ ആര്യം ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മയും നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാ. ഈ ഷോപ്പിൽ നമ്മൾ ചെണ്ട മേടിക്കാൻ ചെണ്ട മേടിക്കാനായിട്ട് കയറിയതാ. അപ്പോഴാണ് പെട്ടെന്ന് പാലുവിനെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞത്. അപ്പൊ സന്തോഷം കണ്ടതില്. അപ്പൊ അവരെയൊക്കെ അറിയൂലേ? പിന്നെ ഒരു അനീഷിനെ. ആ, അത് ശരി. അപ്പൊ അവരുടെ അച്ഛന്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് രവി എന്ന് പറഞ്ഞ ഓർമ്മ. ഇപ്പം മരിച്ചു. ആ, അതെ, ദുബായിലാണ്. ഫാമിലി ആയിട്ട് അവിടെ ഒരു മോളും ഉണ്ട്. അപ്പൊ റൂമിൽ വന്നു.
അപ്പം നിങ്ങൾ വിചാരിക്കരുത് എല്ലാ അമ്പല വീഡിയോകളാണല്ലോ എന്ന്. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ല. അത്ര ആര്യയുടെ അടുത്ത് അത്രയും ലോങ് ഉണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് വന്ന വഴി ലേറ്റായ കാരണം ഇവിടെ തെങ്ങണ്ടി വന്നു. അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൽ കയറി തൊഴുതു, അതിനെ തൊഴുത് തിരിച്ചിറങ്ങി. ഇപ്പോൾ ഭക്ഷണം കഴിച്ചു, റൂമിൽ വന്നു. ഇനി നമുക്ക് വേറെ ഇവിടെ 2-3 കാര്യങ്ങൾ കൂടെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തൃപ്പൂണിത്തുറ വീട്ടിലേക്ക് തിരിച്ചു പോകും. പാലുവിന് തൃപ്പൂണിത്തുറ വീടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ പാലു അയ്യോ കൊട്ടാൻ തുടങ്ങും. കൊണ്ട് വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം എനിക്ക് 2-3 കാര്യങ്ങൾ ഈ ചേട്ടൻ പോണതിന് മുമ്പ് ചെയ്ത് തീർക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഓട്ടത്തിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം. ഈ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ തന്നെയാണ് ദിലീപിൻ്റെ ആര്യയുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചേക്കണം. അപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് വെച്ചത്. അപ്പോൾ വേറെ 2-3 കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലാണ് ദിലീപിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചേക്കണം. ഇവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ തിരക്ക് കാരണം കഴിഞ്ഞ ദിവസം പോകാമെന്ന് വിചാരിച്ചു. ട്രാവങ്കൂർ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ ആകുമ്പോൾ വെജിറ്റേറിയൻ ഫുഡും കിട്ടും, നോൺ വെജും കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻ ആകുമ്പോൾ പാലിന് കൊടുക്കാൻ വരെ ഗ്യാസ് ഇല്ലാത്ത കാരണം കടകളൊന്നും ഒരു സ്ഥലത്തും തുറന്നിട്ടില്ല. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ 2 ഊണ് കഴിച്ചു. അപ്പോൾ പാലും കഴിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കയറി കഴിച്ചു. ഹരിപ്പാടൊക്കെ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഇവിടെയൊക്കെ നല്ല വെയിൽ. അമ്പലപ്പുഴയിലും അമ്പലത്തിൻ്റെ അവിടെയൊന്നും വരില്ല. ഹരിപ്പാടി വന്നപ്പോൾ ഹരിപ്പാടൊക്കെ ഭയങ്കര മഴ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി ഊണ് കഴിഞ്ഞ് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കണം. ഊണ് കഴിച്ചാ? ഊണ് കഴിച്ചാ? ആ ഊണ് കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ഊണ്? സൂപ്പറായിരുന്നോ? ഇത് എവിടെയാ? ട്രാവങ്കൂർ പാലസ്. പറഞ്ഞേ. ട്രാവങ്കൂർ പാലസ്. ബാ. വെയില് കാരണം ഒന്നും കാണാൻ മേല. ഒന്നും കാണാൻ പറ്റില്ലല്ലോ. മഴ പെയ്തു അല്ലേ? ഹരിപ്പാടൊക്കെ ഭയങ്കര മഴ. ഇവിടെ ഭയങ്കര വെയിൽ. ഒരു 3 മാങ്ങ എടുക്കുന്നു.